ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. രാവിലെ തന്നെ വാപ്പ നമ്മളെ കൂട്ടി നേരെ ജെട്ടിയിലേക്ക്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ വള്ളിക്കേസ് ഉണ്ടാവുമെന്ന്. ഒന്നും നോക്കിയില്ല, നമ്മൾ വിളിച്ച് നമ്മളെ കൂട്ടുകാരന്മാരെ ഈ വന്നേക്കണ ഒരു കേരളത്തിൽ നിന്ന് കുറച്ച് സാധനം വന്നിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വാപ്പ നമ്മളെയും കൂട്ടി പോയത്. നമുക്കല്ലാട്ടോ ഈ സാധനം വന്നേക്കണം, നമ്മുടെ ഉമ്മാടെ ആങ്ങളൊക്കെയാണ്. പക്ഷേ പുള്ളിക്കാരൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് വാപ്പാനെ ഏൽപ്പിച്ച്, വാപ്പ അത് എന്നെ ഏൽപ്പിച്ച്. നമ്മൾ കൂട്ടുകാരന്മാരെയും കൂട്ടി ഒന്നും നോക്കിയില്ല, സാധനം കയറ്റി നേരെ വിട്ട്. ഇങ്ങനെയുള്ള പണിക്ക് കൂട്ടുകാരന്മാരെ വിളിച്ചായിട്ട് നമ്മൾ പോകാറ്. നമ്മൾ മാത്രമല്ല, തിരിച്ച് അവരെ പണിയാകുമ്പോൾ അവരും നമ്മളെ വിളിക്കും കേട്ടോ. ഇങ്ങനെയുള്ള പണിക്ക് പുറത്തുനിന്ന് ആളെ വിളിച്ചാൽ അവർക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിൽ കായില്ല കേട്ടോ. ഇവന്മാരാകുമ്പോൾ ചായം കടി വാങ്ങിച്ചു കൊടുത്താൽ മതി. എൻ്റെ നാട്ടിലെ ഊട് വഴി കൂടെയാണ് നമ്മൾ പോണത്. ഈ വഴി കൂടെ വണ്ടി ഓടിച്ചവന്മാർ ദുനിയാവിൽ എവിടെ ചെന്നാലും വണ്ടി ഓടിക്കും. അതാണ് പ്രത്യേകത. അവിടെ ചെന്ന് നമ്മൾ സാധനം ഇറക്കി ടൈൽ ബോക്സ് അൺലോഡിങ് ആയിരുന്നു നമുക്ക് കിട്ടിയ പണി. അതും കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരന്മാരെയും കൂട്ടി നേരെ വിട്ട് എങ്ങോട്ടെന്നല്ലേ, ചായ പീടിയേക്ക്. ചായ വാങ്ങിച്ചു കൊടുത്തല്ലേ പിന്നെ അവന്മാർ അടുത്ത പണിയാകുമ്പോൾ വരില്ല. ഞങ്ങൾ പോയത് സാബിത്തിൻ്റെ പെട്ടിക്കടക്കാട്ടോ. സാബിത്തിൻ്റെ മാത്രമല്ല, ജാബറിനെ കൂടി പെട്ടിക്കടയാണ്. അവിടെ ചെന്നപ്പോൾ സുൽത്താൻ ഇരിപ്പുണ്ട്. സുൽത്താൻ വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ബ്രദർ. എൻ്റെ കൂട്ടുകാരന്മാരെ കഴിച്ച ബില്ല് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പുറത്തുനിന്ന് പണിക്കാരെ വിളിച്ചിരുന്നെങ്കിൽ ഇത്ര കായ് ഉണ്ടാവില്ലായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ട് സൈഫ് അലീൻ്റെ ബന്ധു വീട്ടിൽ. അവിടെ ഇന്ന് രാത്രി കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും കുറച്ച് മൊഞ്ചത്തിമാർ. ഒന്നും നോക്കിയില്ല, നമ്മളവിടെ ഇരുന്ന്. ബിരിയാണി മതിയോ അതോ നെയ്ച്ചോറും ബീഫും മതിയോ, അതാണ് ഇവരെ ചർച്ച. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വിട്ട് ചെമ്പിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ നല്ല ബീഫ്. രാത്രി എന്തായാലും കല്യാണത്തിന് വരാം, കാരണം ഈ ബീഫ് നമുക്കല്ല ഉണ്ടാക്കണത്. ഈ ഇരിക്കണവന്മാരെല്ലാം പണിക്ക് വേണ്ടി വന്നവരാ, പക്ഷെ അവരിപ്പോൾ ഉണ്ടാത്തൊന്നും VIP ആണ്. ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ വിട്ട് ചെക്കന്മാരുടെ അടുത്തേക്ക്. ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പിള്ളേരാട്ടോ. അവന്മാർ 12 മണിക്ക് വേണ്ടി വന്നാ, പക്ഷേ ഇപ്പോൾ ഇവിടെ 12 മണി അല്ല നടക്കണത്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പുറത്ത് കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ട്. എന്തായാലും അവർ പണിയെടുക്കട്ടെ, ഇവർ ചായ കുടിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കണമല്ലോ ഇവിടെ. അതും കഴിഞ്ഞ് സേഫ് അലി നമ്മളോട് വന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് പറ്റിയ പണിയില്ലാന്ന്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ വണ്ടി എടുത്ത് ഒറ്റ വിടല്. രാത്രി പിന്നെ കല്യാണത്തിന് നമ്മളവിടെ പോയത്. കല്യാണത്തിന് പോകാൻ നമ്മളൊപ്പം കൂട്ടുകാരന്മാരുണ്ടായില്ല. അവിടെ ചെന്നപ്പോഴൊക്കെ ഉണ്ട് നമ്മളെ കുറച്ച് ചങ്ങായിമാർ. അവരോട് കുറച്ച് സ്വയം പറഞ്ഞിട്ട് നമ്മളവിടെ ബിരിയാണി കഴിക്കാനിരുന്ന്. ഇരുന്ന പാടെ നമുക്ക് ബിരിയാണി കിട്ടി. സാധാരണ ഇങ്ങനൊന്നുമില്ല. നമ്മൾ ലേറ്റ് ആയിട്ടാണ് കല്യാണത്തിന് പോയത്, അത് കാരണം അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചെറിയ കല്യാണത്തിന്റെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും വരും. അതുവരേക്കും ബൈ.